മക്കളെ, ഈ വർഷത്തെ കീമിൻ്റെ MBBS BDS കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടി ആരംഭിക്കുകയാണ്. അപ്പോൾ MBBS BDS കോഴ്സുകളുടേത് മാത്രമാണ്. അലൈഡ് കോഴ്സുകൾ, അതായത് ഇപ്പോൾ നിലവിൽ ആയുർവേദം അല്ലെങ്കിൽ യുനാനി, സിദ്ധ, അഗ്രികൾച്ചർ, വെറ്റിനറി ഇങ്ങനെയുള്ള അലൈഡ് കോഴ്സസ് ഒന്നും വന്നിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 കോഴ്സുകൾ മാത്രം, MBBSൻ്റെയും BDSൻ്റെയും മാത്രമാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി ആയുഷ് കോഴ്സ്, അതായത് അലൈഡ് കോഴ്സുകളുടേത് വരുമ്പോൾ വീണ്ടും നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ആ സമയത്ത് അതിന് ഡീറ്റെയിൽ ഇടാം. ഇപ്പോൾ ഇത് കീമിൻ്റേതാണ്. അപ്പോൾ ഇതിൽ നോക്കുക, ഓൺലൈൻ ഓപ്ഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുറേ കുട്ടികൾ ഓൾ ഇന്ത്യ കോട്ടയിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ കുട്ടികൾക്ക് സ്റ്റേറ്റിലും കൊടുക്കാം, കുഴപ്പമില്ല. രണ്ടും രണ്ടാണ്. അതായത് ടോട്ടൽ കേരളത്തിലെ ഗവൺമെൻറ് കോളേജിലെ 15% സീറ്റ് ഓൾ ഇന്ത്യ വഴി നടക്കും. ബാക്കി 85% സീറ്റ് ഇപ്പോൾ കീം വഴിയാണ് നടത്തുക. ഓക്കെ, അതായത് ഈ സ്കീം വഴിയാണ് നടത്തുക. അപ്പോൾ കേരളത്തിലെ 85% സീറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങളെ പരിഗണിക്കൂ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് വരുന്നു. 26-27 അധ്യയന വർഷത്തെ MBBSൻ്റെയും BDSൻ്റെയും കോഴ്സുകളിലേക്കുള്ള 1ാം റൗണ്ട് അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ റൗണ്ടിൽ ഏതുണ്ടാവില്ല? NRI സീറ്റുകൾ പരിഗണിക്കില്ല. NRIയുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റും വന്നിട്ടില്ല. ബാക്കി എല്ലാ കാറ്റഗറിയുടെയും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാറ്റഗറി ലിസ്റ്റ്, ഒരു പ്രൊവിഷൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഞാനത് ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കീമിൻ്റെ സൈറ്റിൽ നിന്ന് ആ പ്രൊവിഷൻ ലിസ്റ്റ് എടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾ കാറ്റഗറിയിൽ എത്രാമത്തേതാണ് വരുന്നത് എന്നൊക്കെ ഏകദേശം മനസ്സിലാവും. ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നോക്കുമ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ കൊടുക്കുന്നത് സ്റ്റേറ്റ് റാങ്ക് ആണ് കൊടുക്കുക. ഇപ്പോൾ ഈഴവ എന്നുള്ളതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന റാങ്ക് ഈഴവ റാങ്ക് അല്ല, സ്റ്റേറ്റ് റാങ്ക് ആണ്. അത് ഓർത്തിട്ട് വേണം ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചെയ്യാനുള്ള സമയം കൂടി നോക്കുക. ഇതിൻ്റെ സമയം ഓഗസ്റ്റ് 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുക. ഓഗസ്റ്റ് 20-ാം തീയതി 12 മണി വരെ. അപ്പോൾ ആ 12 മണി വരെ കൊടുക്കുന്ന ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് 21-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റും 22-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റും പബ്ലിഷ് ചെയ്യുക. അതിന് നിങ്ങൾ c.kerala.gov.in എന്നുള്ള സൈറ്റിൽ കയറുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സൈറ്റിൽ കയറി നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് ഉണ്ട്. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഒരു ലിങ്ക് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് പോകാം. ഇനി ഷെഡ്യൂൾ നോക്കാം. ഷെഡ്യൂള് ഓഗസ്റ്റ് 15-ാം തീയതി MBBS BDS കോഴ്സുകളുടെ പുതിയതായി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വെബ്സൈറ്റ് ഓപ്പൺ ആകും. നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. എന്നുവരെ പറ്റും? 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ. 15 തുടങ്ങി 20-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ അതിനുള്ള സമയം ഉണ്ടാവും. 12 മണിയോടെ അത് അവസാനിക്കും. 21-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരും. അത് നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. 22-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് വരും. ഇതിന് ശേഷമാണ് ജോയിനിങ് ഒക്കെ. നിലവിൽ പറഞ്ഞിരിക്കുന്നത് 23 തുടങ്ങി 28 വരെ. 28-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പേ. 26-ാം തീയതി പറ്റൂല എന്നും പറഞ്ഞിട്ടുണ്ട്, അത് ഒഴിവായിരിക്കും. 28-ാം തീയതി വൈകിട്ട് 4 മണി വരെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ഫീസ് അടച്ച് പ്രവേശനം നേടാനുള്ള സമയമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ പിന്നീട് വരും. ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ കോളേജിൽ പോയി ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ, ഏതൊക്കെ ഡോക്യുമെൻറ്റ് കൊണ്ടുപോകേണ്ടതുണ്ട്, ഇതൊക്കെ ഈ 22-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പം വരുന്ന നോട്ടിഫിക്കേഷനാണ് ഉണ്ടാവുക. അപ്പോൾ ജോയിനിങ്ങിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട. അത് 22-ാം തീയതി വരുന്ന നോട്ടിഫിക്കേഷന് ശേഷം ആലോചിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഗ്രൂപ്പിലിടാം. ഇനി കാര്യത്തിലേക്ക് വരുന്നു. ഈ റൗണ്ടിൽ അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടുന്ന കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ലിസ്റ്റ് താഴെയുണ്ട്. ആ ലിസ്റ്റ് ഞാൻ വായിക്കാം. അതിനു മുമ്പ് ഇതുകൂടി നോക്കുക. ഇപ്പോൾ ഇതിൽ സംവരണം ഓൾമോസ്റ്റ് ഏതൊക്കെ കാറ്റഗറിക്ക് റിസർവേഷൻ ഉണ്ടാവും എന്ന് വെച്ചാൽ, സ്റ്റേറ്റ് മെറിറ്റ് എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന ഒരു 50% സീറ്റ് ഉണ്ടാവും. EWS കാറ്റഗറിയിൽ വന്നവർക്ക് മാത്രം 10% ഉണ്ട്. SCBC കാറ്റഗറിയിൽ ഈഴവ കാറ്റഗറി ഒരു 8% സീറ്റ് 9% സീറ്റ് ഉണ്ടാവും ഈഴവ കാറ്റഗറിക്ക്. മുസ്ലിം കാറ്റഗറിക്ക് 8% സീറ്റ് റിസർവേഷൻ ഉണ്ടാവും. ബാക്ക്വേർഡ് ഹിന്ദുവിൽ 3% ഉണ്ട്. ലാറ്റിന് 3% ഉണ്ട്. ധീവര 2% ഉണ്ട്. വിശ്വകർമ്മ 2% ഉണ്ട്. കുശവൻ കാറ്റഗറി 1% ഉണ്ട്. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1% ഉണ്ട്. കുടുംബി 1% ഉണ്ട്. കൂടാതെ SC കാറ്റഗറി 8%, ST കാറ്റഗറി 2%. ഇത്രയും റിസർവേഷൻ ഉണ്ടാവും. ഈ പറഞ്ഞ കാറ്റഗറി ലിസ്റ്റിൽ വന്നിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ്, ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ആ കാറ്റഗറി ലിസ്റ്റ്, ആ ലിസ്റ്റിൽ വന്നവർക്ക് മാത്രമാണ് ഈ റിസർവേഷൻ ബാധകമാവുക. ഇനി ഇതിലൊരു കുറച്ച് കോളേജുകളുടെ ഒരു എക്സെപ്ഷൻ പറയുന്നുണ്ട്. പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ സീറ്റിൽ 70% സീറ്റും SC കാറ്റഗറിക്കും, 2% സീറ്റ് ST കാറ്റഗറിക്കും, കോമൺ മെറിറ്റ് 13% സീറ്റും ഉണ്ടാവും. ഓൾ ഇന്ത്യയിൽ 15% പോയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കോളേജിൽ 70% സീറ്റും SCക്കും 2%, അങ്ങനെ ടോട്ടൽ 72% അങ്ങനെ റിസർവേഷൻ പോകും. അതും ശ്രദ്ധിക്കണം. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഓപ്ഷൻ കൊടുക്കാൻ.
അതുപോലെ കൊല്ലം മെഡിക്കൽ കോളേജിൽ ടോട്ടൽ സീറ്റിൻ്റെ 35% സീറ്റ് ESIക്ക് റിസർവ് ചെയ്തതാണ്. അത് അവർക്ക് മാത്രമാണ്. ഓൾ ഇന്ത്യയിൽ 15% ഓൾറെഡി അലോട്ട് ആവുന്നുണ്ട്. പോയിട്ട് 50% ഈ റൗണ്ടിലുണ്ടാവും, സ്റ്റേറ്റിലുണ്ടാവും. റൈറ്റ്. ഇനി മൈനോറിറ്റി പദവിയുള്ള സ്വകാര്യ കോളേജ്, അതായത് മൈനോറിറ്റി സീറ്റുള്ള സ്വകാര്യ സെൽഫ് ഫിനാൻസിങ് MBBS BDS കോളേജുകളിലെ സീറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ആഗ്രഹിക്കുന്ന കുട്ടികളും ഈ റൗണ്ടിൽ തന്നെ ഓപ്ഷൻ കൊടുക്കണം. ഓക്കെ. NRI കോട്ട അടുത്ത റൗണ്ടിലേ വരൂ. ഈ റൗണ്ടിൽ NRI കോട്ട ഉണ്ടാവില്ല. ഇനി അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 15% സീറ്റ് എല്ലാവർക്കും ഓൾ ഇന്ത്യ കോട്ടയാണ്. അത് സ്കീം വഴി തന്നെ ഈ രീതിയിൽ തന്നെയാണ് അപേക്ഷിക്കുക. അതിൽ മലയാളികൾ മാത്രമല്ല ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാവുന്ന 15% ഓൾ ഓൾ ഇന്ത്യ കോട്ടയിൽ സെൽഫ് ഫിനാൻസിങ്ങിലുണ്ടാവും. പോയിട്ട് 85% സീറ്റ് സ്റ്റേറ്റ് മെറിറ്റായിരിക്കും. ഇനി ഫീസിൻ്റെ ഷെഡ്യൂൾ നോക്കുക. MBBS ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 23,150 രൂപയാണ് ഒരു വർഷത്തേത്. BDS 20,840 രൂപ. ഇതൊരു വർഷത്തെ ഫീസാണ്. എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ KMCTയിൽ പലതും പല ഫീസാണ്. KMCTയിൽ കോഴിക്കോട് 8,47,690 രൂപ ഒരു വർഷത്തേതാണ്. അത് മെറിറ്റിൽ കയറിയാൽ. NRIയിലാണ് കയറുന്നതെങ്കിൽ 22,74,600 രൂപയാണ്. ഇനി പുഷ്പഗിരിയിലാണെങ്കിൽ 8,56,840, NRIയിലാണെങ്കിൽ 22,49,600. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് എല്ലാ കോളേജിലും ഏകദേശം അതേ ഫീസ് തന്നെയാണ്, സെയിം ഫീ ആണ്. NRIയിലും അതേ ഫീസ് തന്നെയാണ്. ഇനി ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം അതേ ഫീസ് തന്നെ, 8,56,000. ബിലീവേഴ്സിലും അത് തന്നെയാണ് ഫീ. സോമർവെല്ലും അത് തന്നെയാണ് ഫീ. NRIക്കും അത് തന്നെ ഫീ. അപ്പോൾ നിങ്ങൾ ആ ഫീസ് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അതുപോലെ കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജ്, അൽ-അസർ ഒക്കെ അത് തന്നെ ഫീ. എന്നാൽ കമ്പാരിറ്റീവ്ലി ഫീസ് കുറഞ്ഞത് ശ്രീഗോകുലത്തിലാണ്, തിരുവനന്തപുരത്ത് 8,13,175. എന്നാൽ NRI സീറ്റിന് ഫീസിൽ വ്യത്യാസമൊന്നുമില്ല. ബാക്കിയുള്ളത് മുമ്പ് പറഞ്ഞ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അതേ ഫീസ് തന്നെയാണ് ഇവിടെയും MESലും. മൗണ്ട് സിയോണിന് 8,50,5036. PK ദാസിൽ 8,97,000 രൂപയാണ്. ഏറ്റവും കൂടിയ ഫീസ് DM വയനാടാണ്, 9,31,118. എന്നാൽ ഓൾമോസ്റ്റ് ഈ NRI സീറ്റുകൾക്ക് ഏകദേശമൊക്കെ സെയിമാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ചിലയിടത്തുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഫീസ് നോക്കിയാൽ കാണാം. അതേപോലെ SUTയിൽ 8,15,329 രൂപയാണ്. ഇവിടെ നോക്കിയാൽ കരുണയിൽ നോക്കിയാൽ 8,27,000 അതുപോലെ പാലക്കാട് കേരള മെഡിക്കൽ കോളേജിൽ നോക്കിയാൽ 8,10,000 സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയാൽ. ഇതിൻ്റെ ഒക്കെ ഫീസ് റൈറ്റ് സൈഡിലുണ്ട്. ഞാനിത് ഫുള്ള് വായിച്ചില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആ സ്ക്രീൻ നോക്കിയാൽ കാണാം. ഇനി ഡെൻ്റൽ കോളേജുകളിൽ നോക്കുക. ഡെൻ്റൽ കോളേജിൽ നിങ്ങൾ സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയാൽ ഒരു വർഷത്തേത് 3,47,487. NRIയിൽ കയറിയാൽ 6,30,000. ഇനി ഇത് പുഷ്പഗിരിയിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. പുഷ്പഗിരിയിൽ അത് 3,67,502. NRI ഫീസ് 6,66,288 രൂപയാണ്. ഇതൊരു വർഷത്തെ ട്യൂഷൻ ഫീ മാത്രമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ട്യൂഷൻ ഫീ മാത്രമാണ്. ഇതിൽ ഹോസ്റ്റൽ ഫീ വരുന്നില്ല, മറ്റ് അഡീഷണൽ ഫീസ് ഒന്നും വരുന്നില്ല. ട്യൂഷൻ ഫീ മാത്രമാണ് എന്ന് ഓർക്കണം. ഇത് MBBSൻ്റേത് പറഞ്ഞതും BDSൻ്റേത് പറഞ്ഞതും ഒക്കെ അങ്ങനെ തന്നെ. ഈ പറഞ്ഞ ഫീസ് എല്ലാം ട്യൂഷൻ ഫീ മാത്രമാണ്. ഇനി ഈ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കാണിച്ചിരിക്കുന്ന ഫീസ് എല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെ ഫീ ആണ്. ഈ വർഷത്തെ ഫീ അപ്ഡേഷൻ വന്നിട്ടില്ല. ഈ വർഷത്തെ ഫീസിൽ ചെറിയ കൂടുതലുണ്ടായാൽ ആ കൂടിയ ഫീസ് പിന്നീട് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അതും ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞ വർഷത്തെ ഫീ ആണ്. ഇപ്പം നിലവിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഇതാണ് അടയ്ക്കേണ്ടി വരിക. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫീ. ഈ MBBS അല്ലെങ്കിൽ BDS കോഴ്സ് പ്രവേശനത്തിന് ഈ ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ 5,000 രൂപ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് കൊടുക്കണം. അത് വൺ ടൈം ഫീ എന്ന് വെച്ചാൽ റീഫണ്ടബിൾ ആണ് കേട്ടോ. അതായത് ഗവൺമെൻറ് മെഡിക്കൽ അല്ലെങ്കിൽ ഡെൻ്റൽ കോളേജിൽ പ്രവേശനം കിട്ടുന്ന കുട്ടികൾ കോഴ്സ് ഫീസിൻ്റെ ട്യൂഷൻ ഫീസിൽ ഈ തുക വകയിരുത്തിക്കോളും. ഇനി സെൽഫ് ഫിനാൻസിങ്ങിലാണ് നിങ്ങളിത് കൊടുക്കുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ തുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടിക്കോളും. നിങ്ങളായിട്ട് ഫീസ് അല്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെടുത്തുക, കിട്ടിയതിന് ശേഷം പോവാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഈ ഫീസ് നഷ്ടപ്പെടൂ. ഇല്ലെങ്കിൽ അത് തിരിച്ചു വന്നോളും. അപ്പോൾ 5,000 നിങ്ങളുടെ ഫീസിലേക്ക് വകയിരുത്തും, ഇല്ലെങ്കിൽ റീഫണ്ട് ആയിക്കോളും. എന്നാൽ ഫീസ് ആനുകൂല്യമുള്ള കുട്ടികളും SC ST കമ്മ്യൂണിറ്റിയും ഒക്കെ 500 രൂപ ഫീസ് അടച്ചാൽ മതിയാവും. OEC കാറ്റഗറി ഒക്കെ 500 രൂപ അടച്ചാൽ മതിയാവും. ഇനി ബാക്കി ഡീറ്റെയിൽ നോക്കാം. ഫീസിൻ്റെ കാര്യം. MBBS BDS കോഴ്സുകൾക്ക് സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ ഡെൻ്റൽ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന കുട്ടികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിക്കുന്ന തുക കോളേജിലടച്ച് പ്രവേശനം നേടിയാൽ മതി. അലോട്ട്മെൻറ്റ് മെമ്മോ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് ഫീ സിക്ക് അടയ്ക്കേണ്ടത് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതടച്ചാൽ മതി. എന്നാൽ നേരെ തിരിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലാണ് കിട്ടുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ മുഴുവൻ ഫീസും അടയ്ക്കേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞ 23,000 അല്ലെങ്കിൽ 20,000 ആ ഫീസ് ഫുൾ അടയ്ക്കേണ്ടി വരും. എന്നിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടുന്ന ഈ ഫീസ് ആനുകൂല്യമുള്ള കുട്ടികൾ സാധാരണ രീതിയിൽ ചെറിയ ഫീസ് അടയ്ക്കേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ 500 അടയ്ക്കുന്നത് കൊണ്ട് ചിലപ്പോൾ 1,000 രൂപയൊക്കെ അടയ്ക്കേണ്ടി വരും ഫീസ് അളവുള്ളതുകൊണ്ട്.
അപ്പോൾ അങ്ങനെയുള്ളവർക്കും ആ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ മെൻഷൻ ചെയ്യും എത്രയാണ് നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടി വരിക എന്ന്. അപ്പോൾ അതിന് ഫീസ് ആനുകൂല്യം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ അലോട്ട്മെൻറ്റിനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് 500 ആണോ കാണിക്കുന്നതെന്ന് നോക്കിയാൽ മതി, 5000 ആണോ കാണിക്കുന്നതെന്ന് നോക്കിയാൽ മതി. 500 കാണിക്കുന്നതെങ്കിൽ ഫീസ് ആനുകൂല്യമുണ്ട് എന്നാണ്. ഓക്കെ, ഇനി MBBS BDS കോഴ്സുകളിലേക്ക് ഈ റൗണ്ടിൽ അലോട്ട്മെൻറ്റ് ലഭ്യമായിട്ടുള്ള കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിൽ തന്നെ ആവശ്യമായ കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തണം. അതായത് ഇപ്പം നിലവിലുള്ള കോളേജുകളുടെ ലിസ്റ്റ് ഞാൻ താഴെ കാണിക്കാം. ആ റൗണ്ട് അല്ലെങ്കിൽ ആ കോളേജുകളിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പം തന്നെ അല്ലെങ്കിൽ ഈ റൗണ്ടിൽ തന്നെ ആ കോളേജ് ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുണ്ട്, 20 സെൽഫ് ഫിനാൻസിങ്ങും ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ 20-ൽ 10 എണ്ണം വെച്ചു, ബാക്കി 10 പിന്നീട് വയ്ക്കാൻ വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാൽ പോകുമെന്നുള്ള 20 കോളേജുണ്ട്, 20 കോളേജും വെക്കണം. അത് ഈ റൗണ്ടിൽ കൊടുക്കാത്ത ഒരു കോളേജും ഈ റൗണ്ടിൽ വന്ന 20 കോളേജിൽ എത്ര എണ്ണം വെക്കുന്നോ അത്രയേ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലും പരിഗണിക്കൂ. അതായത് പുതിയതായിട്ട് കോളേജുകൾ ഉൾപ്പെടുത്താത്ത പക്ഷം തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങളെ ആ കോളേജ് വയ്ക്കാൻ അനുവദിക്കൂല. ഇപ്പോൾ 21 ഒരു കോളേജൂടെ വരാനുണ്ട്, അപ്പോൾ ആ കോളേജ് വന്നാൽ അത് ആഡ് ചെയ്യാം, അതല്ലാതെ ഈ 20-ലൊന്ന് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഏതൊക്കെ കോളേജാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈ റൗണ്ടിൽ തന്നെ കൊടുത്തു വയ്ക്കണം. അപ്പോൾ നിങ്ങളൊരു പ്രയോറിറ്റി തയ്യാറാക്കി വെച്ചാൽ മതി. ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ അതിൻ്റെ പ്രയോറിറ്റി ഇട്ടിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജ് 1ാമത് വയ്ക്കുക, അവിടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന കോളേജ് 2ാമത് വയ്ക്കുക, അവിടെ കിട്ടിയില്ലെങ്കിൽ ആവശ്യപ്പെടുന്ന കോളേജ് 3ാമത്. ഇങ്ങനെ നിങ്ങൾക്ക് ഈ മാക്സിമം ഓപ്ഷൻ വയ്ക്കാം, കുഴപ്പമില്ല. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്കതിൽ 3ാമത്തെ കോളേജ് കിട്ടിയാൽ താഴെയുള്ളതൊക്കെ പിന്നെ ഇല്ല, പിന്നെ ഈ 2 കോളേജേ ബാക്കി ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഓപ്ഷൻ വയ്ക്കാവൂ. ഏറ്റവും ആഗ്രഹമുള്ളത് ഏറ്റവും ആദ്യം തന്നെ വയ്ക്കുക. ഇനി വയ്ക്കാവുന്ന എത്ര കോളേജ് നിങ്ങൾക്ക് വേണോ അത്രയും വയ്ക്കുകയും വേണം. റൈറ്റ്, അടുത്തത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിശ്ചിത തീയതിക്കുള്ളിൽ, അത് അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ വരുമ്പോൾ മനസ്സിലാവും, ആ തീയതിക്കുള്ളിൽ നിങ്ങൾ പ്രവേശനം നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആവും. കൂടാതെ പ്രസ്തുത വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കില്ല. നിങ്ങൾക്ക് ഈ 3ാമത്തെ കോളേജ് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ ആ കോളേജും പോയി, അടുത്ത റൗണ്ടിൽ നിങ്ങളില്ല. അതും ശ്രദ്ധിക്കണം. പിന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പ്രവേശനം നേടും, പഠനം തുടരും എന്ന് ഉറപ്പുള്ള കോളേജിലും കോഴ്സിലും മാത്രമേ ഓപ്ഷൻ കൊടുക്കാവൂ. വെറുതെ ഓപ്ഷൻ വയ്ക്കുകയും ചെയ്യരുത്. കിട്ടിയാൽ പോകുന്നുണ്ടെങ്കിലേ വയ്ക്കാവൂ. അതുപോലെ നേരത്തെ പറഞ്ഞ കാര്യം, സ്വാശ്രയ അതായത് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് ഡെൻ്റൽ കോളേജിൽ ഈ വർഷത്തെ ഫീസ് നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ കഴിഞ്ഞ വർഷത്തെ ഫീസാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ കൂടുതലായിട്ടുള്ള തുക നിങ്ങൾ പിന്നീട് അടയ്ക്കേണ്ടി വരും. ഇനി ചില കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് തടഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ആ ഡിഫക്റ്റ് എന്താണോ ആ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്താൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വരും, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഇപ്പോൾ കൊടുക്കാം, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ കുട്ടികൾ ഓഗസ്റ്റ് 19 മുമ്പ്, 19 വൈകിട്ട് 3 മണിക്ക് മുമ്പ് നിങ്ങളുടെ എന്ത് സർട്ടിഫിക്കറ്റ് ആണോ റിജക്റ്റ് ആയിരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങളുടെ റിസൾട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നത് അത് റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല, നിങ്ങളുടെ അലോട്ട്മെൻറ്റും ഉണ്ടാവില്ല. ഓക്കെ, ഇനി കോളേജുകളിലേക്ക് വരുന്നു. കോളേജുകളുടെ ലിസ്റ്റ് നോക്കുക. ഏകദേശം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് 14 കോളേജുകളുണ്ട്. ആ 14 കോളേജും ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കൊല്ലം, കോട്ടയം, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ, ഇടുക്കി, കോന്നി, അതേപോലെ കാസർഗോഡ്, വയനാട്, ഇത്രയും കോളേജ് 14 കോളേജും വന്നിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അമല വന്നിട്ടുണ്ട്, അസീസിയ, ബിലീവേഴ്സ്, MES, ശ്രീഗോകുലം, ജൂബിലി, PK ദാസ്, മലങ്കര, അതുപോലെ മലബാർ മെഡിക്കൽ കോളേജ്, പുഷ്പഗിരി, ട്രാവൻകൂർ, KMCT, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട്, സോമർവെല്ല്, മൗണ്ട് സിയോന്, അല്ലസർ, ഡോക്ടർ മൂപ്പന്, SUT, കരുണ, കേരള മെഡിക്കൽ കോളേജ് 20 കോളേജും വന്നിട്ടുണ്ട്. ഡെൻ്റൽ കോളേജുകൾ 6 വന്നിട്ടുണ്ട്. ആലപ്പുഴ, കോഴിക്കോട്, കോട്ടയം, തൃശ്ശൂർ, തിരുവനന്തപുരം, കണ്ണൂർ വന്നിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിങ്ങിൽ അന്നൂർ വന്നിട്ടുണ്ട്, ശ്രീയാഞ്ജനേയ വന്നിട്ടുണ്ട്, എഡ്യൂക്കെയർ വന്നിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിൽ 17 കോളേജും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കോളേജുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കോളേജുകളിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ BDS ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ഇപ്പോൾ KMCT വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുക, അടുത്ത റൗണ്ടിൽ വെക്കാൻ വിചാരിച്ചാൽ നടക്കില്ല. KMCTയിൽ കിട്ടിയാൽ പോകുമെങ്കിൽ ഈ റൗണ്ടിൽ തന്നെ KMCT ഉണ്ടാവണം. അപ്പോൾ KMCT ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെങ്കിൽ KMCT ആദ്യം വെക്കണം. നിങ്ങൾക്ക് KMCTയുടെ മേലെ വേണ്ട കോളേജുകളുണ്ടെങ്കിൽ അത് അതിൻ്റെ മേലെയാണ് ഓപ്ഷനിലും കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഞാൻ ക്ലിയറായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് ഞാൻ ഇതിൻ്റെ താഴെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ നിങ്ങളതിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റ് വന്നാൽ അതും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.